ഹായ് ഫ്രണ്ട്സ്, 21 ജൂലൈയിലെ എഡിറ്റോറിയലാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വേർഡ് ഡെസിഗ്നേഷൻ. ഡെസിഗ്നേഷൻ എന്ന് വെച്ചാൽ ദ ആക്ട് ഓഫ് ചൂസിങ് എ പേഴ്സൺ ഓർ തിങ് ഓർ ഓഫ് ഗിവിങ് ദം ഓർ ഇറ്റ് എ പർട്ടിക്കുലർ സ്റ്റാറ്റസ്. ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ വേറെ എന്തിനേലും ഒക്കെ ഒരു പ്രത്യേക പദവി നൽകുന്നതിനെയാണ് ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. The district is under consideration for designation as a conservation area. ഒരു ഡിസ്ട്രിക്റ്റ് കൺസർവേഷൻ ഏരിയ എന്നുള്ള പദവിക്ക് വേണ്ടി അതിനെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വേർഡ് അണ്ടർഗേർഡ്. അണ്ടർഗേർഡ് എന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക. ഫാക്ട്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അണ്ടർഗേർഡ് ഹിസ് കമൻട്രി. വസ്തുതകൾ, ഫാക്റ്റ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ കമൻട്രീനെ സപ്പോർട്ട് ചെയ്തു. അടുത്ത വേർഡ് ടൈംലി. ടൈംലി എന്ന് വെച്ചാൽ കമ്മിങ് ഏർലി ഓർ അറ്റ് ദ റൈറ്റ് ടൈം. സംയോജിതമായിട്ടുള്ളത്. എ ടൈംലി ഡിസിഷൻ, സംയോജിതമായ തീരുമാനം. അടുത്ത വേർഡ് അക്നോളജ്ഡ്. അക്നോളജ്ഡ് എന്ന് വെച്ചാൽ ജനറലി റിക്കഗ്നൈസ്ഡ്, അക്സെപ്റ്റഡ് ഓർ അഡ്മിറ്റഡ്. അഞ്ചാമത്തെ വേർഡ് ഡിഫങ്ക്ട്. ഡിഫങ്ക്ട് എന്ന് വെച്ചാൽ നോ ലോങ്ങർ ലിവിങ്, എക്സിസ്റ്റിംഗ് ഓർ ഫങ്ഷനിങ്. എന്തോ ഒന്ന് ഇപ്പം നിലനിൽക്കുന്നില്ല, ഫങ്ഷൻ ചെയ്യുന്നില്ല, നോ ലോങ്ങർ ലിവിങ്, അത് ജീവിക്കുന്നില്ല. ആറാമത്തെ വേർഡ് അമെൻഡ്. അമെൻഡ് എന്ന് വെച്ചാൽ ടു ചേഞ്ച് ഓർ മോഡിഫൈ, മാറ്റം വരുത്തുക. അമെൻഡ് സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷനിൽ മാറ്റം വരുത്തുന്നു. അടുത്ത വേർഡ് കണ്ടം. കണ്ടം എന്ന് വെച്ചാൽ ടു പ്രൊനൗൺസ് ഗിൽറ്റി, ബ്ലെയിം, ക്രിട്ടിസൈസ്. കുറ്റം വിധിക്കുക, ക്രിട്ടിസൈസ് ചെയ്യുക, ഇതൊക്കെയാണ് കണ്ടം. അടുത്ത വേർഡ് അപ്പാരൻറ്റ്. അപ്പാരൻറ്റ് എന്ന് വെച്ചാൽ യൂസ് ടു ഡിസ്ക്രൈബ് സംതിങ് ദാറ്റ് അപ്പിയേഴ്സ് ടു ബി ട്രൂ ബേസ്ഡ് ഓൺ വാട്ട് ഈസ് നോൺ. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തോ ഒന്ന് അത് സത്യമാണെന്ന് നമുക്ക് തോന്നുന്നു. ബിഹെസ്റ്റ്. ബിഹെസ്റ്റ് ആൻഡ് അർജൻറ്റ് പ്രോംപ്റ്റിംഗ്, കമാൻഡ്, ഡിമാൻഡ്. നിർദ്ദേശം നൽകുക, അർജൻറ്റായിട്ട് പ്രോംപ്റ്റ് ചെയ്യുക, ഡിമാൻഡ് ചെയ്യുക, കമാൻഡ് ചെയ്യുക, ഇതൊക്കെയാണ് ബിഹെസ്റ്റ്. കൺകറൻസ്. കൺകറൻസ് എഗ്രിമെൻറ്റ് ഓർ യൂണിയൻ ഇൻ ആക്ഷൻ. ഒരു പ്രവൃത്തിയിൽ എല്ലാവരും എഗ്രി ചെയ്യുന്നു, എല്ലാവരും ഒരുമിച്ചിട്ടാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. അടുത്ത വേർഡ് അവേർട്ട്. അവേർട്ട് എന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യുക, ടു ടേൺ അവേ ഓർ അസൈഡ്, എന്തോ ഒന്നിനെ ഒഴിവാക്കുക. അവേർട്ട് മീൻസ് അവോയ്ഡ്. അടുത്ത അസ് ലെവറേജ്. അസ് ലെവറേജ് എന്ന് വെച്ചാൽ എന്തോ ഒന്നിനെ അസ് ലെവറേജ് എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ടു യൂസ് സംതിങ് ലൈക്ക് എ റിസോഴ്സ്, എ റിലേഷൻഷിപ്പ് ഓർ കണ്ടീഷൻ ടു ഗെയിൻ ആൻ അഡ്വാൻറ്റേജ് ഓർ ഇൻഫ്ലുവൻസ് സംവൺസ് ആക്ഷൻ ഓർ ഡിസിഷൻ. എന്തോ ഒന്നിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളുടെ പ്രവൃത്തിയിലും തീരുമാനത്തിലുമൊക്കെ നമ്മൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നു. മറ്റൊരാളുടെ തീരുമാനത്തിനെ നമ്മൾ എന്തോ ഉപയോഗിച്ചുകൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നു. അടുത്തത് എൻഡോഴ്സ്. എൻഡോഴ്സ് മീൻസ് ടു അപ്രൂവ് ഓപ്പൺലി, അഡോപ്റ്റ്, എംബ്രേസ്. അടുത്ത വേർഡ് അൺപ്രസിഡൻറ്റഡ്. അൺപ്രസിഡൻറ്റഡ് മീൻസ് ന്യൂ, അൺഫെമിലിയർ, അൺഹെർഡ് ഓഫ്. എന്തോ ഒന്ന് നമുക്ക് പുതിയതായിട്ടുള്ളതാണ്, നമുക്ക് പരിചയമില്ലാത്ത ഒന്നാണ്, നമ്മൾ അതിനെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല. അപ്പം എഡിറ്റോറിയൽ നോക്കാം. എ ലോങ് ലിസ്റ്റ് ഓൺ ദ US ഡെസിഗ്നേഷൻ ഓഫ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഗ്രൂപ്പ്. US ദ റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന പാകിസ്ഥാനിലുള്ള ഒരു ഗ്രൂപ്പിനെ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ. ദ ഡെസിഗ്നേഷൻ ഓഫ് TRF ആസ് എ ടെററിസ്റ്റ് ഗ്രൂപ്പ് ഷുഡ് പുട്ട് മോർ പ്രഷർ ഓൺ പാകിസ്ഥാൻ. US TRFനെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് അങ്ങനെ ഒരു ലിസ്റ്റിലിട്ടേക്കുന്നത് അത് പാകിസ്ഥാന് കൂടുതൽ പ്രഷർ നൽകും. ദ ഡിസിഷൻ ഓഫ് ദ USൻ്റെ തീരുമാനം ടു ഡെസിഗ്നേറ്റ്, ഒരു പ്രത്യേക പദവി നൽകുക അല്ലെങ്കിൽ ഒരു വിശേഷണം നൽകുക, ദ റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് ഗ്രൂപ്പ് ദാറ്റ് ക്ലെയിംഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ പെഹൽഗാം ടെറർ അറ്റാക്ക് ഇൻ ഏപ്രിൽ 2025. ഏപ്രിൽ 2025 പെഹൽഗാം ഭീകര ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള ദ റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് ഗ്രൂപ്പ് എന്ന ഒരു ഗ്രൂപ്പിന് US ഒരു പ്രത്യേക വിശേഷണം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ആസ് എ ഫോറിൻ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആൻഡ് സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റ്. ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്നുള്ള ഒരു വിശേഷണമാണ് ഈ റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് ഗ്രൂപ്പിന് US നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനം എന്നത് is a development that should undergird the global fight against terror. ആ തീരുമാനം ലോകത്തെ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡെവലപ്മെൻ്റാണ്. ദ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം, ഹാസ് കോൾഡ് ഇറ്റ് എ ടൈംലി ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്.
ഈ ഒരു തീരുമാനത്തെ സംയോജിതവും പ്രധാനപ്പെട്ടതുമായ ഒരു സ്റ്റെപ്പ് എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് അക്നോളജ്ഡ് അംഗീകരിച്ചിരിക്കുന്നു ദ സിവിയറിറ്റി ഓഫ് ദ പെഹൽഗാം അറ്റാക്ക്. പെഹൽഗാം അറ്റാക്കിൻ്റെ തീവ്രത US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ചിരിക്കുന്നു. ഇറ്റ് ഓൾസോ നെയിംസ് ദ TRF ആസ് എ ഫ്രണ്ട് ആൻഡ് പ്രോക്സി ഫോർ ദ ലഷ്കർ-ഇ-തായിബ. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് TRFനെ ലഷ്കർ-ഇ-തായിബ എന്ന് പറയുന്ന ആ ടെററിസ്റ്റ് ഓർഗനൈസേഷനുമായിട്ട് ഫ്രണ്ട് ആൻഡ് പ്രോക്സി, അതുമായിട്ട് അതിൻ്റെ ലഷ്കർ-ഇ-തായിബയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നാണെന്ന് ആണ് വിളിച്ചിരിക്കുന്നത്. വിച്ച് പാകിസ്ഥാൻ ക്ലെയിംസ് ഇറ്റ് ഹാസ് റെൻഡേഡ് ഡിഫങ്ക്റ്റ്. പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് ലഷ്കർ-ഇ-തായിബ ഇപ്പം നിലവിലില്ല, അതിപ്പം നിലനിൽക്കുന്നില്ല എന്നാണ് പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്നത്. ഈവൻ ദോ ദ US added groups such as ലഷ്കർ-ഇ-തായിബ ആൻഡ് ജെയ്ഷെ-മുഹമ്മദ് to its FTO list in 2001. US 2001 തന്നെ ലഷ്കർ-ഇ-തായിബ, ജെയ്ഷെ-മുഹമ്മദ് പോലുള്ള ഗ്രൂപ്പിനെ അവിടെയുള്ള ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ദേ ഹാവ് മാസ്റ്റർ മൈൻഡഡ് അറ്റാക്സ് ഇൻ ഇന്ത്യ സിൻസ് ദെൻ. പക്ഷേ അവർ 2001 ശേഷവും അങ്ങനെ ലിസ്റ്റിൽ ആഡ് ചെയ്തതിന് ശേഷവും അവർ ഇന്ത്യയിൽ ഭീകരവാദം നടത്താൻ അവർ മുൻകൈ എടുത്തു, അതിൻ്റെ മാസ്റ്റർ മൈൻഡായിട്ട് പ്രവർത്തിച്ചു. The US has also partially made amends for the TRF's name having been kept out of the UN Security Council resolution condemning the Pahalgam attack. പെഹൽഗാം അറ്റാക്കിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ റെസൊല്യൂഷനിൽ TRFൻ്റെ നെയിം അങ്ങ് മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടി US പാർഷ്യലി കുറച്ച് ചേഞ്ചസ് വരുത്തിയിരിക്കുന്നു. അപ്പാരൻ്റ്ലി അറ്റ് പാകിസ്ഥാൻ ബിഗസ്റ്റ്. അത് നമുക്ക് തോന്നുന്നത്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അത് പാകിസ്ഥാൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ബട്ട് വിത്ത് ദ കൺകറൻസ് ഓഫ് ദ US ആൻഡ് അതർ P5 മെമ്പേഴ്സ്. പക്ഷേ ആ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നപ്പോൾ അത് US-നോടൊപ്പം UN സെക്യൂരിറ്റി കൗൺസിലെ ബാക്കി 4 മെമ്പേഴ്സും, P5 മെമ്പേഴ്സ് എന്ന് വെച്ചാൽ UN സെക്യൂരിറ്റി കൗൺസിലെ 5 സ്ഥിര മെമ്പേഴ്സാണ്. ഏതൊക്കെയത്? UK, US, ദെൻ ഫ്രാൻസ്, ചൈന ആൻഡ് റഷ്യ. ഈ 5 മെമ്പേഴ്സും ഒരുമിച്ചിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്തിയത്. ഇറ്റ് ഈസ് ഹോപ്ഡ് ദാറ്റ്, ഇത് വിശ്വസിക്കപ്പെടുന്നു, ദ ഡെസിഗ്നേഷൻ US TRFനെ ഒരു ഭീകര സംഘടനയായിട്ട് ലിസ്റ്റ് ചെയ്തത് വിൽ നൗ ഹെൽപ്പ് ഇന്ത്യാസ് കേസ്. ഇന്ത്യയുടെ കേസിനെ ഹെൽപ്പ് ചെയ്യും ഇൻ ഡെസിഗ്നേറ്റിംഗ് ദ TRF അറ്റ് ദ UNSC. UNSCയിൽ TRFന് ഒരു വിശേഷണം നൽകാൻ അണ്ടർ ദ 1267 കമ്മിറ്റി ഫോർ സാങ്ഷൻസ്. UNSCയിൽ സാങ്ഷൻസ് ഏർപ്പെടുത്തുന്ന 1267 കമ്മിറ്റിയുടെ അണ്ടറിൽ ഈ TRFനെ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണെന്ന് അംഗീകരിക്കാൻ ഈ US-ൻ്റെ ഈ ഒരു ഡിസിഷൻ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. ഓൾസോ സ്ട്രെങ്തനിങ് ദ ട്രാൻസ്നാഷണൽ ലീഗൽ പെർസ്യൂട്ട് ഓഫ് ദോസ് ബിഹൈൻഡ് ദ അറ്റാക്ക്. അതേപോലെ തന്നെ ഈ പെഹൽഗാം അറ്റാക്ക് നടത്തിയവരെ കണ്ടുപിടിക്കാനുള്ള വിവിധ രാജ്യങ്ങളിലായിട്ടുള്ള ലീഗൽ പെർസ്യൂട്ട്, അതിനെയും ഈ ഒരു US-ൻ്റെ ഡെസിഗ്നേഷൻ ഹെൽപ്പ് ചെയ്യും, സ്ട്രെങ്തൻ ചെയ്യും. വൈൽ ദിസ് ഈസ് എ പോസിറ്റീവ് സ്റ്റെപ്പ്, ഇതൊരു പോസിറ്റീവ് സ്റ്റെപ്പാണ്, എന്നാലും ഇറ്റ് ഈസ് നെസസറി, ഇത് അത്യാവശ്യമാണ്, ടു പുട്ട് ദ ട്രംപ് അഡ്മിനിസ്ട്രേഷൻസ് അതർ ആക്ഷൻസ് സിൻസ് ദ പെഹൽഗാം അറ്റാക്ക് ഇൻ ടു പെർസ്പെക്റ്റീവ്സ്. പെഹൽഗാം അറ്റാക്കിന് ശേഷമുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ അതർ ആക്ഷൻസിനെ കുറിച്ച് ഒരു അവബോധം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടുണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ആഫ്റ്റർ ഇന്ത്യ ലോഞ്ച്ഡ് ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്തതിന് ശേഷം ദ US ഹാസ് കൗണ്ടേഡ്, US എതിർത്തിട്ടുണ്ട് ഇന്ത്യാസ് നരേറ്റീവ്, ഇന്ത്യയുടെ വാദത്തെ, ഓൺ ദ 4-day കോൺഫ്ലിക്റ്റ്, ആ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 4 ദിവസത്തെ ആ ഒരു കോൺഫ്ലിക്റ്റിനെ, ഓൺ സെവറൽ ഒക്കേഷൻസ്, പല അവസരങ്ങളിലും. അതായത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്തതിന് ശേഷമുള്ള ആ 4 ദിവസത്തെ കോൺഫ്ലിക്റ്റിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ വാദത്തെ പല അവസരങ്ങളിലും US എതിർത്തിട്ടുണ്ട്. മിസ്റ്റർ ട്രംപും ആസ് വെൽ as സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയും have repeatedly made the claim that
അവർ റിപ്പീറ്റഡ്ലി പല പ്രാവശ്യം വാദമുന്നയിച്ചിട്ടുണ്ട് ദാറ്റ് ദ US നെഗോഷിയേറ്റഡ് ദ ഇന്ത്യ പാകിസ്ഥാൻ സീസ് ഫയർ മീൻസ് വെടിനിർത്തൽ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് നെഗോഷിയേറ്റ് ചെയ്തത്, അതിന് മുൻകൈ എടുത്തത് US ആണെന്ന് മിസ്റ്റർ ട്രംപും മാർക്കോ റൂബിയോയും പലതവണ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ആൻഡ് അവേർട്ടഡ് എ ന്യൂക്ലിയർ കോൺഫ്ലിക്റ്റ്. അവേർട്ട് മീൻസ് അവോയ്ഡഡ് എ ന്യൂക്ലിയർ കോൺഫ്ലിക്റ്റ്. ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു യുദ്ധത്തെ ഒഴിവാക്കി. ബൈ യൂസിങ് ട്രേഡ് ടൈസ് ആസ് ലെവറേജ്. അതായത് ട്രേഡിനെ മുൻനിർത്തിക്കൊണ്ട്, യുഎസുമായിട്ടുള്ള ട്രേഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ന്യൂക്ലിയർ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കി US കാരണം ഒഴിവായി എന്ന് മിസ്റ്റർ ട്രംപും മാർക്കോ റൂബിയോയും പലതവണ അവകാശവാദം ഉന്നയിച്ചു. ആൻഡ് ഈക്വലൻസ് വിച്ച് പാകിസ്ഥാൻ ഹാസ് ബീൻ ഹാപ്പി ടു എൻഡോഴ്സ്. ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ന്യൂക്ലിയർ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പം ഈക്വലൻസ് ആണ്, ന്യൂക്ലിയർ പവർ ആണെന്നുള്ള ഒരു ഈക്വലൻസ്. വിച്ച് പാകിസ്ഥാൻ ഹാസ് ബീൻ ഹാപ്പി ടു എൻഡോഴ്സ്. ആ ഒരു തുല്യത പാകിസ്ഥാൻ അത് അഡോപ്റ്റ് ചെയ്യാൻ വളരെ ഹാപ്പിയായിരുന്നു. അതായത് അങ്ങനെ ഒരു സമാനത, തുല്യത നൽകിയത് അത് പാകിസ്ഥാനെ ഹാപ്പിയാക്കി. മിസ്റ്റർ ട്രംപിൻ്റെ അൺപ്രസിഡൻറ്റഡ്, ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത വൈറ്റ് ഹൗസിൽ വെച്ചിട്ടുള്ള ലഞ്ച് ആൻഡ് പ്രൈസ് ഫോർ ദ പാകിസ്ഥാൻ മിലിറ്ററി ചീഫ് ഫീൽഡ് മാർഷൽ ആസിം മുനീർ. പാകിസ്ഥാൻ മിലിറ്ററി ചീഫായിട്ടുള്ള ഫീൽഡ് മാർഷൽ ആസിം മുനീറിന് വൈറ്റ് ഹൗസിൽ വെച്ച് ലഞ്ച് കൊടുത്തതും അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞതും കെയിം അവേഴ്സ് ആഫ്റ്റർ. അത് മണിക്കൂറുകൾക്ക് ശേഷമാണ് വന്നത്. ദ ഗവൺമെൻറ് ഹാഡ് സെഡ്, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിരുന്നു, ദാറ്റ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഹാഡ് ക്ലിയർഡ് ദ പിക്ചർ വിത്ത് മിസ്റ്റർ ട്രംപ്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് മിസ്റ്റർ ട്രംപിന് ഒരു ക്ലിയർ പിക്ചർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകി എന്ന് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് വൈറ്റ് ഹൗസിൽ വെച്ച് പാകിസ്ഥാൻ മിലിറ്ററി ചീഫിന് ലഞ്ച് കൊടുത്തതും അദ്ദേഹത്തെ പാകിസ്ഥാൻ മിലിറ്ററി ചീഫിനെ പുകഴ്ത്തി പറഞ്ഞതും. ആൻഡ് ബ്രിങ്സ് ഇൻ ടു ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരവസ്ഥ വരികയാണ്. ജസ്റ്റ് ഹൗ മച്ച് പ്രഷർ, എത്രമാത്രം സമ്മർദ്ദമാണ് ദ US ഈസ് വില്ലിംഗ് ടു പുട്ട് ഓൺ പാകിസ്ഥാൻ്റെ മേൽ US എത്രമാത്രം സമ്മർദ്ദമാണ് ചെലുത്താൻ പോകുന്നത് ടു ആക്ട് അഗെയിൻസ്റ്റ് ടെററിസം. ഭീകരവാദത്തിനെതിരെ പ്രവർത്തിക്കാൻ പാകിസ്ഥാൻ്റെ മേൽ US എത്രമാത്രം സമ്മർദ്ദമാണ് ചെലുത്താൻ പോകുന്നത് എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരവസ്ഥ വരികയാണ്. ദ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഹാഡ് ഹെൽഡ് ഔട്ട് ദ പ്രോമിസ്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒരു വാഗ്ദാനം ഉയർത്തിപ്പിടിച്ചിരുന്നു. ഓഫ് ഡൂയിങ് മോർ ടു സപ്പോർട്ട് ഇന്ത്യ ഇൻ ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെററിസം. ഇന്ത്യയുടെ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രോമിസിനെ അവർ ഉയർത്തിപ്പിടിച്ചിരുന്നു. എങ്ങനെയാണ്? ബൈ ഫാസ്റ്റ് ട്രാക്കിംഗ് ദ എക്സ്ട്രഡിഷൻ മീൻസ് ഒരു കുറ്റവാളി ഒരു നാട്ടിൽ കുറ്റം ചെയ്തിട്ട് വേറൊരു നാട്ടിലേക്കോ രക്ഷപ്പെട്ടു പോകുന്നു. അപ്പോൾ ആ കുറ്റവാളിനെ ആ നാട്ടിൽ നിന്ന് കുറ്റം ചെയ്ത നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി അവിടുത്തെ ഗവൺമെൻറ് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അതിനാണ് എക്സ്ട്രഡിഷൻ എന്ന് പറയുന്നത്. ഫാസ്റ്റ് ട്രാക്കിംഗ് മീൻസ് സ്പീഡ് കൂട്ടുക. ഇൻ ഏപ്രിൽ ഓഫ് തഹവൂർ ഹുസൈൻ റാണ ഹു വാസ് വാണ്ടഡ് ബൈ ഇന്ത്യ ഫോർ ദ 2008 മുംബൈ അറ്റാക്സ്. 2008 മുംബൈ അറ്റാക്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള തഹവൂർ ഹുസൈൻ റാണേനെ ഏപ്രിലിൽ US നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അപ്പം അങ്ങനെ കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സ് സ്പീഡിലാക്കിക്കൊണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അവരുടെ ഈ പ്രോമിസിനെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. ഇറ്റ് ഈസ് ഹോപ്ഡ് ദാറ്റ്, ഇങ്ങനെ വിശ്വസിക്കപ്പെടുന്നു, ദ TRF ലിസ്റ്റിംഗ് മീൻസ് TRFനെ ഒരു ഭീകര സംഘടനയായിട്ട് ലിസ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ദാറ്റ് ദ US ഈസ് റീകമ്മിറ്റിംഗ് ടു ദാറ്റ് ഒബ്ജക്റ്റീവ്. US ഇങ്ങനെ ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനുള്ള ആ ഒരു പ്രോമിസിലേക്ക് വീണ്ടും പ്രതിജ്ഞാബദ്ധരാകുന്നു എന്നാണ് ഈ TRFനെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നത്. Given that the real challenge lies more in credibly ending Pakistan support to these groups. പക്ഷേ യഥാർത്ഥ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഇങ്ങനെ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് നൽകുന്ന സപ്പോർട്ടിനെ യഥാർത്ഥമായ രീതിയിൽ സത്യസന്ധമായിട്ടും നിർത്തുക എന്നുള്ളതിലാണ് യഥാർത്ഥ ചലഞ്ച്.
പാകിസ്ഥാൻ പറയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ അവർ രഹസ്യമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സത്യസന്ധമായ രീതിയിൽ യഥാർത്ഥമായിട്ടും ആ ഒരു സപ്പോർട്ട് നിർത്തുന്നതാണ് റിയൽ ചാലഞ്ച്. ന്യൂഡൽഹി മസ്റ്റ് ഫോക്കസ് ഓൺ ഇറ്റ്സ് എഫേർട്സ് ഡിപ്ലോമാറ്റിക് ആസ് വെൽ ആസ് ലീഗൽ. ന്യൂഡൽഹി വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചകളിലൂടെയും ധാരണകളിലൂടെയും അതേപോലെ തന്നെ ലീഗലായിട്ടുള്ള പരിശ്രമങ്ങളിൽ ഫോക്കസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഷുർ ജസ്റ്റിസ് ഫോർ ദ വിക്ടിംസ്, ഭീകരവാദത്തിന് ഇരയായവർക്ക് ന്യായം ഉറപ്പുവരുത്താനും ആൻഡ് ടു പ്രിവെൻറ്റ് ഫർദർ ടെററിസ്റ്റ് ആക്ട്, ഭാവിയിലെ ഭീകരവാദ പ്രവർത്തനങ്ങളെ തടയാനും വേണ്ടി ന്യൂഡൽഹി അതിൻ്റെ പരിശ്രമങ്ങളിൽ ഫോക്കസ് ചെയ്യണം.